അത് കൃത്യമായിട്ടും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അറിയാതെ നാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവ് പോലുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് കണ്ടെത്തി അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇതിലൂടെ ഉണ്ടായത്. അതിൻ്റെ ഉത്തരവാദിത്തം എന്തായാലും കമ്മിറ്റിക്കും സ്ഥാനാർത്ഥിക്കും ഉള്ളതാണല്ലോ. അതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ചട്ടലംഘനമല്ല എന്ന് പറഞ്ഞത് കളക്ടറാണ് എങ്കിൽ എന്ത് ബേസിസിലാണ്, എങ്ങനെയാണ് മൂപ്പരത് പ്രൂവ് ചെയ്തത് എന്ന് അദ്ദേഹം പറയേണ്ടതിന് അത് ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പേരാമ്പ്രയിലെ അനൗൺസ് വിവാദത്തിന് മാത്രം അവസാനമില്ല. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും ഒരുപോലെ ശക്തമായ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പേരാമ്പ്ര സീറ്റിനെ സംബന്ധിച്ച്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. തഹ്ലിയ, ഈ പേരാമ്പ്രയിലെ അനൗൺസ്മെൻറ്റ് വിവാദം ഇപ്പോഴും ഇങ്ങനെ തീരാതെ നിൽക്കുകയാണ്. നമ്മൾ കണ്ട ആദ്യത്തെ ദിവസം മുതൽ അതുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ വികസനമാണ് ചർച്ചയാക്കേണ്ടത്, തഹ്ലിയ പറഞ്ഞതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതെങ്ങനെയാണ് ഇങ്ങനെ തുടരുന്നതിൻ്റെ ഒരു റീസൺ? ഇത് LDF ക്യാമ്പിൽ നിന്നുള്ള അജണ്ടയാണ്. ആ അജണ്ടയിൽ എലക്ഷൻ കഴിയോളം ഞാൻ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് നിന്ന് ബൈറ്റ് എടുക്കുമ്പോഴാണ് ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആളുകളോട് വോട്ട് ചോദിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനകൾ കേൾക്കാൻ, അവരുടെ പ്രതീക്ഷകൾ അതെന്താണ് എന്ന് ഒപ്പിയെടുക്കാൻ, അത് ജനങ്ങളോട് സംസാരിക്കാൻ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് സമയമൊക്കെ വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അതൊരു വിവാദമാക്കി നിർത്തുക, അത് എൻ്റെ മേലിൽ ചാപ്പ കുത്തുക, ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയുക, ഇത് തന്ത്രമാണ്. ഇത് ഇടത് തന്ത്രമാണ്. കാലങ്ങളായിട്ട് അവർ പ്രയോഗിക്കുന്ന കാര്യമാണ്. അതെന്തായാലും യഥാർത്ഥത്തിൽ എൻ്റെ മേൽ ഏൽക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ മതി. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഖൗമിലെ കുട്ടി പ്രയോഗം അത് വലിയ ഗൗരവകരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ 3 പേർക്കെതിരെ, പരാതി നൽകിയ 3 പേർക്കെതിരെ 3 ഡിഫർമേഷൻ ഫയൽ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. ഈ നിയമ നടപടി എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ TP രാമകൃഷ്ണൻ അതിന് പറഞ്ഞ മറുപടി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ട്, കളക്ടർ തന്നെ ചട്ടലംഘനമില്ല എന്ന് കണ്ടെത്തിയതാണ് എന്നുള്ളതാണ്. ഈ 2 കാര്യത്തിന് എങ്ങനെയാണ് മറുപടി പറയുന്നത്? അതെ, ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലൊരു അനൗൺസ്മെൻറ്റ് വന്നത് അത് കൃത്യമായിട്ടും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അറിയാതെ നാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവ് പോലുമല്ല. സമയമെടുത്ത് ഒരു അനൗൺസ്മെൻറ്റ് നമ്മളൊരു അതെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഒരാളെ തലയിൽ ഇങ്ങനെ ഒരു വാക്ക് കണ്ടെത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളുടെ ആരുടെ യൂസേജിലുള്ള വാക്കല്ല, പൊതുവേ നമ്മൾ പറയുന്ന വാക്ക് കൂടിയല്ല. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് കണ്ടെത്തി അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇതിലൂടെ ഉണ്ടായത്. പിന്നെ ആദ്യം ഘട്ടത്തിൽ ഇടതുപക്ഷ കാൻഡിഡേറ്റ് പറഞ്ഞ കാര്യം ഞങ്ങളുടെ വണ്ടിയല്ല എന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ വണ്ടിയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അനൗൺസ്മെൻ്റ് അല്ല എന്ന് പറയുന്നു. പിന്നീട് അത് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ വ്യതിചലനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാക്കിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഒരു ക്യാമ്പിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ അറിയാതെ പോവുക? അവരുടെ കമ്മിറ്റി എങ്ങനെ അറിയാതെ പോവുക? അതിൻ്റെ ഉത്തരവാദിത്തം എന്തായാലും കമ്മിറ്റിക്കും സ്ഥാനാർത്ഥിക്കും ഉള്ളതാണല്ലോ. അതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ചട്ടലംഘനമല്ല എന്ന് പറഞ്ഞത് കളക്ടറാണ് എങ്കിൽ എന്ത് ബേസിസിലാണ്, എങ്ങനെയാണ് മൂപ്പരത് പ്രൂവ് ചെയ്തത് എന്ന് അദ്ദേഹം പറയേണ്ടതിന് അത് ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് ഞങ്ങൾ പോയി കേസുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പിന്നെ കൗണ്ടർ കംപ്ലയിൻറ്റിനെ കുറിച്ച് ചോദിച്ചു. ആ കൗണ്ടർ കംപ്ലയിൻറ്റ് കൊടുത്ത ആളുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന ആളുകളാണ്. അവരാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ ഒരു ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ പരാതിയിൽ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെളിവില്ല. പരാതിയിൽ പറയുന്ന കാര്യം കൂടെ വന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. ആ തോന്നൽ ആർക്കാ തോന്നിയത് എന്നുള്ളത് കൂടെ ആലോചിക്കണം. ആളുകൾ ആരാന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഈ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. എൻ്റെ കൂടെ വന്നവർ അങ്ങനെ പറഞ്ഞതായിട്ടുള്ള അറിവ് എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എന്നെ സംബന്ധിച്ചത് എൻ്റെ അഡ്രസ്സ് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക എൻ്റെ അഡ്രസ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ എല്ലാവരെയും ഇപ്പം ഞാൻ കുറ്റിച്ചിറയെന്നാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. ഇന്നേ വരെ ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ആർക്കാണെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാത്രമല്ല എന്നെ ഇവിടെ നിന്ന് പഠിപ്പിച്ച പാടും അതാ. ഞങ്ങൾ
മതേതര നിലപാടുകൾ എങ്ങനെ രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളാം എന്ന് പഠിച്ച് അതിന് എനിക്ക് പാഠശാലയായി മാറിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ അനുഭവം ഈ കൂടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ എന്നെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റുക എന്ന് പറയുന്നത് പിന്നെ സാധ്യമാവുന്ന കാര്യമല്ല. എന്തായാലും അവരുടെ ഇലക്ഷൻ അജണ്ട ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു എന്ന് മാത്രം. ഈ ചാപ്പകുത്തലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വല്ലാതൊരു അറ്റാക്ക് തഹ്ലിയക്കെതിരെ നടക്കുന്നു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി എന്ന ആരോപണം ഉന്നയിക്കുന്നത് CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അവരത് ആവർത്തിക്കുമ്പോൾ അതിലെന്താണ് ഒരു വസ്തുത എന്ന മറുപടി നൽകേണ്ടതില്ലേ? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ലല്ലോ. കാരണം അത് ഉന്നയിച്ച ആൾക്കാർ അത് വ്യക്തമാക്കട്ടെ. ഞാൻ 2012 ആരംഭിച്ച എൻ്റെ ഒരു പൊളിറ്റിക്കൽ യാത്ര നിങ്ങളൊക്കെ മുന്നിലുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് എൻ്റെ പൊളിറ്റിക്സിൽ നിന്ന് ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അതവർ കാണിച്ചു തരട്ടെ. ഞാൻ ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയും കാലമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. മരിക്കുവോളം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് 100% പറഞ്ഞതാണ്. എല്ലാ ഘട്ടത്തിലും ആ രൂപത്തിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. ആയിരിക്കുമെന്ന് ഞാൻ 100% പറഞ്ഞു. അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം കൂടിയില്ല. എനിക്ക് മെമ്പർഷിപ്പ് തന്നിട്ടില്ല എങ്കിലും ഞാൻ ലീഗായിരിക്കും എന്ന് പല തവണ പറഞ്ഞ ഒരാളാണ് ഞാൻ. പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ആശങ്ക ഉണ്ടാക്കുന്ന ആൾക്കാരാരാ? അവർക്ക് അജണ്ട ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിവിടെ നിന്ന് കോഴിക്കോട് സൗത്ത് MLA പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ, ഞാനല്ലല്ലോ അത് തെളിയിക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ അതെ. അപ്പോൾ അവർ തെളിയിക്കേണ്ട കാര്യമാണ് അതൊക്കെ. ഞാനല്ല അത് തെളിയിക്കേണ്ടത്. എൻ്റെ ലൈഫ് ഇനിയിപ്പം അതിലൊരു വിരോധാഭാസം ഉള്ളത്, പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചത്, അദ്ദേഹം MLA ആയത്, അദ്ദേഹം സ്ഥാനാർത്ഥിയായത് ജമാഅത്ത് ഇസ്ലാമി വോട്ട് കൊണ്ടല്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ആ ധൈര്യം അവർക്ക് കാണിക്കാൻ പറ്റുമോ? എന്നിട്ടാണ് അവരിപ്പോൾ വന്നിട്ട് ഈ രൂപത്തിലുള്ള വർത്തമാനം. അല്ല, അവരത് പറയട്ടെ. അവരിത് എന്തുകൊണ്ടാണ് അയിത്തം പറയുന്നത്? അയിത്തം പറയുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ആരോടൊപ്പം ആയിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ആർക്കാ പിന്തുണ കൊടുത്തത്? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിന് മുന്നേ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നല്ലോ. അതിൽ ആർക്കാണ് പിന്തുണ കൊടുത്തത്? അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിയാൽ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA-യും മന്ത്രിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയട്ടെ. അതല്ല അവിടെ കാണിക്കേണ്ട സ്മാർട്ട്നെസ്. പക്ഷേ ഏറ്റവും ഒടുവിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. അതിനകത്ത് അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകളിൽ അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ അവർ പേരാമ്പ്ര പറയുന്നു. UDF-നെ സംബന്ധിച്ച് 9 സീറ്റുകൾ ലീഗ് പറയുന്നു. 4 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നു. പേരാമ്പ്രയിൽ തഹ്ലിയ വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്താണ് ഇതിനൊരു കാരണം എന്നാണ്? രണ്ട് വിഭാഗവും ആത്മവിശ്വാസത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെ ഫാക്ടർ ഒരേ ഒരു കാര്യമാണ്, അവിടുത്തെ വോട്ടർമാർ. ഞാൻ ആ വോട്ടർമാരുടെ പൾസ് വെച്ചിട്ടും അവരുടെ കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ടുമാണ് സംസാരിക്കുന്നത്. 100% ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഇനി എങ്ങനെയാണ് അവിടെ ഒരു റെസിപ്പിയൻസ് കിട്ടേണ്ടത്? അത്രമാത്രം ആളുകൾ പിന്നെ അവരുടെ പ്രതീക്ഷ എന്നിൽ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഉത്തമ ബോധ്യമാണ്. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴും UDF-ന് മുൻതൂക്കം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് വന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ എന്താണോ എൻ്റെ കോൺഫിഡൻസ് അത് തന്നെ, അല്ലെങ്കിൽ അതിലൊരു പടി കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ വർഗീയ കാർഡ് അല്ലെങ്കിൽ വർഗീയ പ്രചരണം അവിടുത്തെ വോട്ടർമാരിൽ ഏശിയിട്ടില്ല. എന്താ ഇവർ പേരാമ്പ്ര മണ്ഡലത്തിനെ പറ്റി മനസ്സിലാക്കിയത്? ഒന്നും അല്ലെങ്കിൽ ഇത്രയും കാലം ഈ 46 വർഷം ഇടതുപക്ഷമാണല്ലോ അവിടെ ഭരിച്ചിരുന്നത്. ആ ഭരണത്തിനിടയിൽ ഈ വോട്ടർമാരുടെ രാഷ്ട്രീയവും അവരുടെ ജനാധിപത്യ ബോധവും മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തില്ലല്ലോ. ഇനി വേണ്ട, വടകര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവർക്കൊരു പാഠം പഠിച്ചല്ലോ. എന്നിട്ട് എന്തിനാ ഇപ്പോൾ വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ കാർഡുമായിട്ട് വന്നത്? ഒരു കാര്യം നമുക്കൊരു അമളി പറ്റിയെന്ന് തോന്നിയാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ജനാധിപത്യ ബോധത്തിന് കീറിമുറിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടികളാണ്. അത് ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് ഒരിക്കലും അവർ കാണിക്കേണ്ട കാര്യമേ അല്ലായിരുന്നു. അവരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകണമായിരുന്നു. ഏറ്റവും അവസാനം മെയ് 4 എന്തായിരിക്കും പേരാമ്പ്രയിലെ റിസൾട്ട്? പേരാമ്പ്ര UDF തൂക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. കൃത്യമായ മറുപടിയാണ് ഫാത്തിമ തഹ്ലിയ നൽകുന്നത്. പേരാമ്പ്ര UDF തൂക്കും എന്നുള്ളതാണ്. അനൗൺസ്മെൻറ്റ് വിവാദത്തിലും അവർ അവരുടേതായ നിലപാട് വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.